അയോധ്യയിൽ ഇന്ന് തൊട്ട് പൊതുജനങ്ങൾക്കൊക്കെ പ്രവേശനം അനുവദിച്ചു തുടങ്ങിയിട്ടുണ്ട്. രാവിലെ മുതൽ ദർശനത്തിന് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിദിനം 15 മണിക്കൂറാണ് ഈ ദർശനത്തിനായി സമയം അനുവദിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ബി ബാലഗോപാൽ ഉണ്ട് നമുക്കൊപ്പം. ബാലുവിലേക്ക് പോവുകയാണ്. ബാലു, ഗുഡ് മോർണിംഗ്. അപ്പോൾ അയോധ്യയിൽ ഇന്നലെ നമ്മൾ കണ്ടു വലിയ തിരക്കായിരുന്നു. അവിടെ ഇന്നലെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും മാധ്യമപ്രവർത്തകർക്കും ഒക്കെ മാത്രമായിരുന്നു ദർശനം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ പ്രവേശിക്കാൻ അനുമതി ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ പൊതുജനങ്ങൾക്കും പ്രവേശന അനുമതി കൊടുത്തിരിക്കുന്നു. അപ്പോൾ അവരൊക്കെ വന്നു തുടങ്ങിയോ? എങ്ങനെയാണ് നിലവിലെ അയോധ്യയിലെ സാഹചര്യങ്ങളൊക്കെ? ഗുഡ് മോർണിംഗ് സേതു. ഈ അയോധ്യയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മഞ്ഞ് അധികം, അതായത് മൂടൽ മഞ്ഞ് അധികം ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് ആ മൂടൽ മഞ്ഞിനെയും അവഗണിച്ചുകൊണ്ട് രാമക്ഷേത്രത്തിൽ ദർശനം നടത്താൻ വേണ്ടി വരുന്നവരുടെ നീണ്ട നിരയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇന്ന് ക്ഷേത്രത്തിൽ ഇന്നു മുതലാണ് ക്ഷേത്രത്തിൽ പൊതുജനങ്ങൾക്ക് ഈ ദർശനം അനുവദിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി മുതൽ, അതായത് ഏതാണ്ട് 12 മണി മുതൽ ഇവിടെ ഈ ദർശനത്തിനായി, ഇന്ന് രാവിലത്തെ ദർശനത്തിനായി വലിയ നീണ്ട ആൾക്കൂട്ടം നമുക്ക് കാണാൻ വേണ്ടി കഴിയുമായിരുന്നു. കാരണം അർദ്ധരാത്രി തന്നെ ഈ കടുത്ത തണുപ്പിനെയും അവഗണിച്ചുകൊണ്ട് നിരവധി പേരാണ് ഈ അയോധ്യയിൽ ഈ ദർശനത്തിനായി എത്തിയിരുന്നത്. ഇന്ന് രാവിലെ ദർശനം ആരംഭിച്ചുവെങ്കിലും ഈ ക്രമീകരണങ്ങളുടെ അഭാവം വളരെ തോതിൽ ഈ ദർശനം, അതായത് ഈ ഭക്തരെ അകത്ത് കയറ്റിവിടുന്നതിൽ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങളുണ്ട്. കാരണം ഇത്രയധികം ഭക്തർ ഇവിടെ എത്തുന്നെങ്കിലും ഇവരുടെ സുരക്ഷാ പരിശോധനയ്ക്കൊക്കെ വെറും 5 സുരക്ഷാ ഗേറ്റുകൾ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭക്തരെ കടത്തിവിടുന്നത് വളരെ വളരെ സാവധാനത്തിലാണ്. പക്ഷേ ഇപ്പോൾ തന്നെ ഏതാണ്ട് 10,000-ത്തിലധികം പേർ ഈ ദർശനത്തിനായി ഇവിടെ എത്തി ഇവിടെ കാത്തു നിൽക്കുകയാണ്. ഇവർക്ക് എപ്പോൾ ഈ ദർശനം പൂർത്തിയാക്കാൻ വേണ്ടി കഴിയുമെന്ന് വ്യക്തമല്ല. 15 മണിക്കൂറോളമാണ് ഈ ദർശനത്തിനായി സമയം അനുവദിച്ചിട്ടുള്ളത്. അതായത് രാത്രി 11 മണി വരെയാണ് ഈ ദർശനത്തിനായി സമയം അനുവദിച്ചിട്ടുള്ളത്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്ത്രീകളും കുട്ടികളും ഒക്കെ അടക്കം നിരവധി പേരാണ് എത്തിയിട്ടുള്ളത്. नौ-10वां दिन है आज। 10वां दिन है। राम कथा हवन में आए थे। गुरुजी आए थे ना. ഈ പറയുന്നത് പോലെ തന്നെ നിരവധി ദിവസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് പലരും ഈ രാമ വിഗ്രഹം കാണുന്നതിനായി ഇരിക്കുന്ന അവരുടെ കാത്തിരിപ്പിൻ്റെ ഫലം, അതായത് ആ കാത്തിരിപ്പിൻ്റെ ഭാഗമായി നിരവധി ദിവസത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷമാണ് ഇന്ന് ഈ രാമൻ്റെ ആദ്യ ദർശനത്തിനായി ഇവിടെ എത്തുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ജനങ്ങളുടെ ഒരു ഒഴുക്കാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് ഉള്ളത്. ഇന്ന് രാവിലെ, അതായത് ഇന്ന് പുലർച്ചെ മുതലാണ് അയോധ്യയിലേക്ക് പുറത്തു നിന്നുള്ള ആൾക്കാരെ കടത്തിവിട്ടു തുടങ്ങിയത്. അതിനുശേഷം ഈ നിരവധി പേരാണ്, 100 കണക്കിന് പേരാണ് ഈ ദർശനത്തിനായി ഇപ്പോൾ എത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ക്രമീകരണങ്ങളൊക്കെ വളരെ പരിമിതമാണ്. കാരണം ഈ ക്ഷേത്രത്തിൽ ഈ പുതിയ ക്ഷേത്രമായതിനാൽ തന്നെ ഈ ക്രമീകരണങ്ങളൊക്കെ വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ ഈ അകത്തേക്ക് കടത്തിവിടുന്നവരുടെ എണ്ണം, ഈ ഓരോ സമയവും അകത്തേക്ക് കടത്തിവിടുന്നവരുടെ എണ്ണം വളരെ കുറച്ച് പേരെ മാത്രമാണ് കടത്തിവിടുന്നത്. ആയിരക്കണക്കിന് പേര് ഇവിടെ ഉണ്ടെങ്കിലും ഇവരെ കർശന സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ആ സുരക്ഷാ പരിശോധനയ്ക്ക് നിലവിൽ 5 ഗേറ്റുകൾ മാത്രമാണ് ഉള്ളത്. പലരും ബാഗുകളും അതായത് വലിയ സാധനങ്ങളുമൊക്കെ ആയിട്ട് അയോധ്യയിൽ എത്തിയിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരികയാണ് ചെയ്യുന്നത്. सर, हम आसाम दुलियाजान से आए हैं, डिब्रूगढ़ डिस्ट्रिक्ट के रहने वाले हैं, आसाम से आए हैं. कल हम लोग मंगलसराय उतरे और बनारस से होते हुए हम लोग यहाँ पहुँचे हैं. बहुत ही आनंद आ रही है, इतनी खुशी आ रही है, मैंने शब्दों में बयां करना मुश्किल है. മോദി യോഗി को बहुत बहुत धन्यवाद. ആസാമിൽ നിന്ന് വരുന്ന ഭക്തരെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതുപോലെ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉള്ള ഭക്തരുടെ ഒരു പ്രവാഹം തന്നെ ഇപ്പോൾ അയോധ്യയിലേക്ക് ഉണ്ടായിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ 2-3 ദിവസമായി ഈ അയോധ്യയിൽ മൂടൽ മഞ്ഞൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് നല്ല മൂടൽ മഞ്ഞുണ്ട്. ഈ മൂടൽ മഞ്ഞിനെയും തണുപ്പിനെയും അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിരവധി പേർ ഈ ക്ഷേത്രത്തിൽ ഈ ദർശനത്തിനായി ഇപ്പോൾ ഈ അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സേതു. ശരി ബാലു, എന്താണെങ്കിലും ഇന്നലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഉള്ള അയോധ്യയിൽ നിന്നുള്ള
രാവിലത്തെ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ വലിയ രീതിയിലുള്ള മൂടൽ മഞ്ഞ് ഒക്കെ അനുഭവപ്പെടുന്നതാണ് ബാലഗോപാൽ പറഞ്ഞത്. ബാലു തുടരുന്നുണ്ട്. ബാലു, ഇന്നലെയായിരുന്നു പ്രാണപ്രതിഷ്ഠ, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എല്ലാത്തിനും സാക്ഷ്യം വഹിക്കാനും ബാലുവിന് പറ്റി. ഇന്നിപ്പോ ഈ അയോധ്യയിലെ കാഴ്ചകളൊക്കെ കറങ്ങി നടന്ന് കണ്ടോ? എങ്ങനെയുണ്ട്? അയോധ്യയിലെ കാഴ്ചകൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ഈ അയോധ്യയിലെ തികച്ചും ഉത്സവ ലഹരിയിലാണ് ഈ അയോധ്യയിലേക്ക് ഇന്നലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞില്ല എങ്കിലും വൈകിട്ട് ഈ ക്ഷേത്രം കാണുന്നതിനായി മാധ്യമ സംഘത്തിനെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഈ ക്ഷേത്രത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നിലവിൽ ക്ഷേത്രത്തിൻ്റെ 2 നിലകൾ പണി പൂർത്തിയായിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഒറ്റ നിലയിൽ, അതായത് ഈ ഗർഭഗൃഹം അഥവാ ശ്രീകോവിൽ മാത്രമാണ് നമുക്ക് പ്രവേശനം. അതായത് ഈ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന 1ാമത്തെ നിലയിൽ മാത്രമാണ് നിലവിൽ ഈ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. അവിടെയാണ് ഈ രാമ വിഗ്രഹം ഉള്ളത്. ആ വിഗ്രഹത്തിൽ മാത്രമാണ് ഇപ്പോൾ ഈ പൂജകളും മറ്റും നടക്കുന്നത്. പഴയ രാംലല്ല വിഗ്രഹവും ഈ അമ്പലത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നലെ ഈ 2 രാമ വിഗ്രഹത്തിലും ഇപ്പോൾ ഈ പൂജകളും മറ്റും നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഉള്ള മറ്റ് പടികളൊക്കെ പൂർത്തിയായി വരാൻ, അതായത് ഈ ക്ഷേത്രം പൂർണ്ണമായും പൂർത്തിയായി വരാൻ ഇനിയും മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും. 2025 മധ്യത്തോടു കൂടി മാത്രമേ ഈ ക്ഷേത്രം പൂർണ്ണമായി അതിൻ്റെ പണികൾ പൂർത്തിയാകുള്ളൂ. ഏതായാലും നിലവിൽ എത്തുന്ന ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതിയ രാംലല്ല വിഗ്രഹവും രാമവിഗ്രഹവും പഴയ രാമവിഗ്രഹവും കണ്ട് തൊഴുത് മടങ്ങാനുള്ള ഒരു സൗകര്യമാണ് നിലവിൽ ഒരുക്കിയിട്ടുള്ളത്. ക്ഷേത്രത്തിൽ വലിയ തോതിലുള്ള കൊത്തുപണികൾ, അതുപോലെ തന്നെ ഒരു ആർക്കിടെക്ചർ മാർവൽ എന്ന് പറയാവുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതെല്ലാം അയോധ്യയിലെ കാഴ്ചകളൊക്കെ ആസ്വദിക്കുക. വീണ്ടും ബാലുവിലേക്ക് തിരിച്ചെത്താം.